4866 കോടി കേരള ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വായ്പയാണ്. അതായത് ഇലക്ട്രിസിറ്റി മേഖലയിൽ പരിഷ്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് 0.5% വായ്പ എടുക്കാൻ കേന്ദ്രം അനുവാദം തന്നിരുന്നത്. കേരള ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ആ പരിഷ്കരണങ്ങൾ പൂർത്തീകരിച്ചില്ല. എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാതെ വന്നത്? ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് ടോട്ടക്സ് മോഡൽ ഉള്ള, അതായത് ഒന്നുകിൽ ടോട്ടക്സ് കമ്പനിയിൽ നിന്ന് ആ ടോട്ടക്സ് മോഡൽ സ്മാർട്ട് മീറ്റേഴ്സ് കേരളത്തിൽ സാർവത്രികമായിട്ട് ഉപയോഗപ്പെടുത്തണം, പ്രയോഗത്തിൽ വരുത്തണം. എന്താണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ അഡ്വാൻറ്റേജ്? അതായത് പ്രസരണ നഷ്ടം കേരളത്തിൽ 20% മുതൽ 30% വരെ ഇലക്ട്രിസിറ്റി പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ നഷ്ടം ഇലക്ട്രിസിറ്റി ബോർഡിനും ഓരോ ഉപഭോക്താവിനും ആണ്. അപ്പൊ അത് ഇല്ലാതെയാക്കാൻ സ്മാർട്ട് മീറ്റർ സഹായിക്കും എന്ന് പറയുന്ന വളരെ ന്യായയുക്തമായ ഒരാവശ്യം. പക്ഷെ അത് ടോട്ടക്സ് മോഡൽ തന്നെ വേണം എന്നുള്ളതിനെ പറ്റി ഇലക്ട്രിസിറ്റി ബോർഡിന് അനിഷ്ടമുണ്ടായി, വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായി. ഇപ്പോൾ എനിക്കും തോന്നുന്നു അങ്ങനെ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കേസൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ ടോട്ടക്സ് മോഡൽ തന്നെ മേടിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടാനുള്ള ഒരു കാരണം, ഒരു പക്ഷേ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ടോട്ടക്സ് കമ്പനിയും അതിന്റെ പുറകിലുള്ള കമ്പനിയും ധാരാളമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രൽ ബോർഡിലേക്ക്. അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിനെ നിർബന്ധിക്കാനുള്ള ഒരു കാരണമായിരിക്കാം, ഒരു ഉപാധിയായിരിക്കാം അവരുടെ തന്നെ മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ വെക്കണമെന്ന്. എനിഹാവ് അവസാനം അതുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് സമ്മതം മൂളി അങ്ങനെ ടോട്ടക്സ് മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ആ കടം എടുക്കാൻ 4866 കോടി എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എഴുത്തുകുത്തുകളും കാര്യങ്ങളും ഒക്കെ സമയത്തും നടപ്പാക്കിയില്ല. ഇനിയിപ്പോൾ ഈ ഏപ്രിൽ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച 4866 കോടി രൂപ കടമെടുക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഈ ധനവർഷത്തിൽ, എനിക്കറിഞ്ഞുകൂടാ ഇന്ന് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തു തുടങ്ങിയോ എന്ന്, സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ മാസം 6-ാം തീയതി 7-ാം തീയതിയോടുകൂടിയൊക്കെയാണ് 1-ാം തീയതി കൊടുക്കേണ്ടിയിരുന്ന ശമ്പളവും പെൻഷനും ഒക്കെ 4, 5, 6 ഈ തീയതികളിലേക്കൊക്കെ നീണ്ടു പോയിരുന്നു. കാരണം ഏതെങ്കിലും തരത്തില് കടമെടുത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ട്രഷറിയിൽ പണം എത്തിച്ച് ആ പണം കൊണ്ട് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുക എന്ന രീതി തുടർന്നത് കൊണ്ടാണ് അങ്ങനെ 1-ാം തീയതി കൊടുക്കേണ്ടിയിരുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് 4-ാം തീയതി 5-ാം തീയതി ഒക്കെയായി മാറിപ്പോയത്.